ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇന്ന് നമുക്ക് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ നോമ്പുതുറ ഉമ്മാൻ്റെ അനിയൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ വൈകിട്ട് അവിടേക്ക് പോകണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. പല്ലിൻ്റെ കമ്പി ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നാണ് ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വീട്ടുകാർക്കൊക്കെ ഇപ്പോൾ പോകണം, നേരത്തെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അവരൊക്കെ പോയി കൊണ്ടാക്കി വരണം. അപ്പോൾ നമുക്ക് നേരെ ആദ്യം തന്നെ അവരെ കൊണ്ടാക്കി വരാം. അങ്ങോട്ട് നോക്കിക്ക, ഇങ്ങോട്ട് നോക്കിക്ക, ചാറ്റടിക്ക, ഇങ്ങോട്ട് നോക്ക്. ഗായ്സ്, അങ്ങനെ അവരിതാക്കണ പോകുന്നു കേട്ടോ, ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മള് വീട്ടുകാരെ ഉമ്മാന്റെ അനിയന്റെ വീട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് നേരത്തെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ അങ്ങോട്ട് ആക്കി കൊടുത്തു. ഇപ്പൊ സമയം 1:30 കേട്ടോ. 1:30 മണിക്കാണ് നമ്മൾ ആക്കി കൊടുത്തിട്ടുള്ളത്. നല്ല വെയിലാണ് കേട്ടോ പുറത്ത്. ഇപ്പത്തെ വെയില് പറഞ്ഞാല് സഹിക്കാൻ പറ്റുന്നില്ല. നല്ലപോലെ വെയിലാട്ടോ. അപ്പൊ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോയിട്ട് വേണം നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോകണം. കാരണം ഇന്നാണ് പല്ലിന്റെ കമ്പി ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ നമ്മൾ വീട്ടുകാരൊക്കെ കൊണ്ടാക്കി ഇതാക്കണിപ്പോ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം നേരെ ഹോസ്പിറ്റലിൽ പോകണം. കുളിച്ച് ഫ്രഷ് ആയി നിസ്കരിച്ചിട്ടൊക്കെ നേരെ നമുക്ക് എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് കാണാം. ഗായ്സ്, അങ്ങനെ എൻ്റെ കുളിക്കലൊക്കെ കഴിഞ്ഞു. പിന്നീട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഉള്ളുണ്ടാക്കി വന്ന് ഇപ്പം അങ്ങനെ നിസ്കരിക്കുകയാണ്. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിൽ പോകാനൊക്കെ നേരം വൈകിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ നേരം വൈകിട്ടുണ്ട്. സാധാരണ ഞാൻ നേരത്തെ പോവാറുണ്ട്. ഇന്നാണെങ്കിൽ ശനിയാഴ്ചയാണ്, നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴത്തേന് എന്തായാലും നിസ്കാരമൊക്കെ കളാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ നിസ്കരിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇനി ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ ഒന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടാവോ എന്താ എന്നൊന്നും അറിയില്ല. ഗായ്സ്, അപ്പോൾ ഞാനിതാ മഞ്ചേരി എത്തിയിട്ടുണ്ട്. ക്ലിനിക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതാക്കണ് ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനിവിടെ എത്തിയ ഉടനെ തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ വർക്കിംഗ് ടൈം. അതുപോലെ ഇവിടെ 5 ഡോക്ടേഴ്സാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിക്കുന്നതും കാത്തിങ്ങനെ ഇരിക്കാണ്. ഇന്ന് നോമ്പായിട്ടാ എന്താ അറിയില്ല, തിരക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ. സാധാരണ ശനിയാഴ്ചകളിലൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഞാനൊക്കെ ചില ദിവസം പുറത്താണ് നിൽക്കാറ് കേട്ടോ. അങ്ങനെ ഡോക്ടറൊക്കെ കാണിക്കൽ കഴിഞ്ഞു. ഡോക്ടർ ഏതായാലും പല്ലിന്റെ കമ്പി ഒന്ന് ടൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല്ലിന്റെ റബ്ബറും ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതാക്കണത് കണ്ടില്ലേ, ഇങ്ങനെയാണ് പല്ലിന്റെ അവസ്ഥ. അപ്പൊ ഇനി നമുക്ക് നേരെ ഇനി ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നേരെ ഇവിടെ നിന്ന് പള്ളിയിലേക്ക് പോകണം. പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഞാനിതാക്കണ പള്ളിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നടന്നിട്ടാണ് പോകുന്നത്. കാരണം തൊട്ടടുത്താണ് പള്ളി കേട്ടോ. അധികം നടക്കാനുള്ള ദൂരമൊന്നും, അധികം വണ്ടിമ പോകാനുള്ള ദൂരമൊന്നുമില്ല. അങ്ങനെ ഞാൻ പള്ളിയിലെത്തി ഉള്ളുണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ബാങ്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് വിളിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതാക്കണ ഓരോരുത്തരിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നീട് ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കാമെന്ന് കരുതി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം പള്ളിയിൽ AC ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ചു നേരം AC ഒക്കെ കൊണ്ട് ഇരിക്കാമെന്ന് കരുതി ഇവിടെ ഇതാക്കണ പള്ളിയിൽ കുറച്ചു നേരം ഇരിക്കുകയാണ് കേട്ടോ. സമയം പോയി കിട്ടും, കാരണം നോമ്പാണല്ലോ. അപ്പോൾ നമ്മൾ പള്ളിയിൽ കുറച്ചു നേരം ഇരിക്കലൊക്കെ കഴിഞ്ഞു. പിന്നീട് ഞാൻ നേരെ അമ്മോന്റെ വീട്ടിലേക്ക് വന്നു. അമ്മോന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഇതാക്കണ്
ടേബിളും അതുപോലെ ചെയറൊക്കെ എല്ലാം സെറ്റ് ആക്കൽ കഴിഞ്ഞിട്ടുണ്ട്. കാരണം സമയം 6 മണിയായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആണുങ്ങളെ ഭാഗം. ആണുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ കരുതുന്നത് ഈ ഭാഗത്താണ്. ഇത് ഷോപ്പിന്റെ ഉൾഭാഗമാണ്. അങ്ങനെ ചെയറും അതുപോലെ ടേബിളൊക്കെ ഇവര് സെറ്റ് ചെയ്യൽ കഴിഞ്ഞു. പിന്നീട് ബാങ്ക് കൊടുക്കുന്നതിന്റെ 10 മിനിറ്റ് മുമ്പായിട്ട് നമ്മൾ ടേബിളുമെല്ലാം സെറ്റ് ചെയ്യൽ തുടങ്ങിട്ടോ. അങ്ങനെ ആണുങ്ങളെ ഭാഗത്ത് എല്ലാ ഭാഗത്തും വെച്ച് കഴിഞ്ഞു. പിന്നീട് ഞങ്ങള് പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് വന്നു. ഇവിടെ ഇതാക്കണ് ഇങ്ങനെ ഓരോന്നിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാണ്. ഇന്നത്തെ പ്രോഗ്രാമിന് പരിപാടിക്ക് ചെറിയൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കാരണം ഇന്ന് ഇവിടുത്തെ മകളെ, അതായത് എന്റെ അമ്മോന്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നോമ്പാണ് കേട്ടോ. നോമ്പിന്റെ സൽക്കാരാണ്. അപ്പോ അതിൻ്റെതായ ഭംഗിയിലും സെറ്റപ്പിലൊക്കെ കൊടുക്കണല്ലോ. അപ്പോ ഞങ്ങൾ ഇതാക്കണ് അങ്ങനെ എല്ലാം സെറ്റാക്കല് കഴിഞ്ഞു. പിന്നീട് ഇപ്പൊ ഇതാക്കണ് ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാക്കണ് ഇവിടെ എല്ലാവരും ഇതാ നോമ്പ് തുറക്കല് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതാക്കണ് ഇവിടെ ഇവർക്ക് വേണ്ടതൊക്കെ വെച്ച് കൊടുത്ത് നേരെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണ് വീടിന്റെ ഉള്ളിലേക്കാണ് വന്നിട്ടുള്ളത്. വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ നമ്മളൊക്കെ നോമ്പ് തുറക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്കുള്ളത് ഇവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ടേബിളുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഉള്ളത് വെച്ചുകൊണ്ട് നോമ്പ് തുറക്കാൻ കേട്ടോ. ഗായ്സ്, അപ്പോ നമ്മളെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ എല്ലാവരും കൂടി പള്ളിയിലൊക്കെ പോയി നിസ്കരിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പതാ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കണ ടേബിൾമ അങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്. ടേബിൾ സീറ്റ് അതുപോലെ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പതാ ക്ലാസ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്. അങ്ങനെ ക്ലാസ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയ കാറ്റ് ഇങ്ങനെ വീശല് തുടങ്ങിയത്. അപ്പൊ കാറ്റ് വീശിയപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ വെള്ളവും ചായയൊക്കെ പാരല് തുടങ്ങി. അപ്പൊ ഞാനിതാക്കണ ചായ ഇങ്ങനെ പാർന്നുകൊണ്ടിരിക്കാണ്. അപ്പൊ നമുക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മധൂത്താണുള്ളത്, അതുപോലെ പത്തിരിയും പൊറാട്ടയും ഉണ്ട്. അങ്ങനെ ഓരോരുത്തർ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ എണീക്കല് തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം സാധനങ്ങളൊക്കെ ആവശ്യക്കാർക്ക് എടുത്തു കൊടുക്കേണ്ട തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാവരും എണീക്കലൊക്കെ കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ കുറച്ച് പേര് വീട്ടുകാരൊക്കെ ഞങ്ങൾ കുറച്ച് ആൾക്കാരായിട്ട് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതാക്കണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ടേബിൾമേ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. 3 ടേബിൾമേലായിട്ട് ഒരു ടേബിൾമേ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ട്. അതുപോലെ വേറെ 2 ടേബിൾമേലായിട്ട് വീട്ടുകാർ പെണ്ണുങ്ങളൊക്കെ ഇതാക്കണ് ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതാക്കണ് ഓരോന്ന് സംസാരിച്ചു കണ്ട് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണേ. ഞങ്ങള് ഓരോരോ കാര്യങ്ങളും ബടായൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാക്കണ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണേ. ഞങ്ങള് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് കേട്ടോ. അല്ലാത്തപ്പോ ഞങ്ങൾ ഓരോരുത്തർ ഇവിടെ ഇങ്ങനെ വന്നൊക്കെ പോകുന്നല്ലാതെ ഒരുമിച്ച് കൂടാറില്ല. ഒരുമിച്ച് വല്ല അപൂർവമായിട്ടൊക്കെയാണ് കേട്ടോ ഇങ്ങനെ കൂടാറ്. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാണ്. അപ്പൊ നമ്മളെ ഫുഡ് കഴിക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പൊ നമ്മൾ ഇതാക്കണ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ടേബിള് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നു. അങ്ങനെ ടേബിള് നമ്മളത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ ടേബിളും ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ഈ ടേബിളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റണം, ടേബിളും ചെയറൊക്കെ. അങ്ങനെ നമ്മൾ ഇതാക്കണിപ്പോ ടേബിളും ചെയറൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എല്ലാവരും പോവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഇവിടെ. അങ്ങനെ നമ്മൾ ഇതാക്കണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ എന്നെ കണ്ട് പെങ്ങളെ കുട്ടി ഇതാ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.